ഹരഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലേക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും മനസ്സുകൊടുത്ത് മഹാദേവനിൽ നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ മനസ്സും സമർപ്പിക്കുമ്പോൾ മഹാദേവന്റെ വലിയ കരുണ നിങ്ങളിലേക്ക് വർഷിക്കപ്പെടും. ചില ജന്മങ്ങളുണ്ട്, ചില ദുരിതക്കയത്തിൽ കഴിയുന്ന ജന്മങ്ങളുണ്ട്. ഒരിക്കലും എത്ര പ്രാർത്ഥിച്ചിട്ടും അവർക്കൊരു മോക്ഷം അല്ലെങ്കിൽ അവർക്കൊരു മുക്തി അല്ലെങ്കിൽ ഒരു ആഗ്രഹ സാഫല്യം കിട്ടാതായിരിക്കുന്ന അവസ്ഥകളുണ്ട്. അത് ഗുരു പറഞ്ഞതുപോലെ ഒരു ഊർജം മറ്റൊരു ഊർജത്തിൽ പ്രവേശിച്ച് അത് മറ്റൊരു ജന്മത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും അത്തരത്തിൽ ഒരു മോക്ഷം ഉണ്ടാവുന്നത്. ചെയ്യുന്ന പ്രവൃത്തിയുടെ ഊർജം ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ, അതുതന്നെയാണ് നമ്മുടെ പിതാമഹന്മാർ പുനർജന്മം എന്നൊക്കെ പറഞ്ഞിരുന്നത്. ബുദ്ധിപൂർവം ചിന്തിക്കുന്നതിനുള്ള കഴിവ് മനുഷ്യനുണ്ടെങ്കിൽ ഓരോ മൃഗങ്ങൾക്കും പക്ഷിക്കും അതിൻ്റെതായ രീതിക്കനുസരിച്ച് ഭഗവാൻ അതവർക്കും നൽകിയിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ മിണ്ടാപ്രാണികളായി നടക്കുന്നുവെങ്കിലും അവയ്ക്കും തിരിച്ചറിവുണ്ട്. ഒരുപക്ഷെ നമ്മെക്കാളും ഏറെ തിരിച്ചറിവും നമ്മെക്കാളും ഏറെ സൂക്ഷ്മബുദ്ധിയും അവർക്കുണ്ടായിരിക്കാം. അത് നമ്മുടെ ബുദ്ധിയുമായി നോക്കുമ്പോൾ നമുക്ക് വളരെ ചെറുതായി തോന്നുന്നുവെങ്കിലും അവർക്കും അവരുടേതായ രീതിയിൽ ചിന്തിക്കുവാനും അവരുടേതായ രീതിയിൽ ആശയവിനിമയം നടത്തുന്നതിനുള്ള ഭാഷയും ഉണ്ട്. അത്തരത്തിൽ ഒരു കഥയാണ് ഗുരു ഇത്തവണ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത്. ഒരു പുനർജന്മ കഥയാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് അവൾ ഏറ്റവും മോശമായ ഒരു പ്രവർത്തനത്തിൽ കൂടി മുന്നോട്ട് പോകുമ്പോഴും അവളിലും ഭഗവാന്റെ കരുണയുണ്ടായത് ശിവഭക്തിയിലൂടെയാണ്. എന്നാൽ ഭഗവാനെ അറിയാത്തവർ കൂടി, ഭഗവാൻ എന്തെന്നറിയാൻ നാമം ജപിക്കാൻ കഴിയാത്തവർ കൂടി ഭഗവാന്റെ അടയാളങ്ങളായ ഭസ്മമോ രുദ്രാക്ഷമോ ഒക്കെയും ധരിക്കുമ്പോൾ മോക്ഷത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതിനും കൂടിയുള്ള ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ കഥയെ കാണാം. ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് താരകനും സുധർമ്മയുമാണ്. ഇവർക്ക് ഒരു പൂർവ്വജന്മം ഉണ്ടായിരുന്നു. ആ പൂർവ്വജന്മത്തിലെ ഒരു കഥയാണ് ഗുരുവിടെ പറയുന്നത്. നമ്മുടെ ഹൈന്ദവ ധർമ്മമനുസരിച്ചും ഭാരതീയ സംസ്കാരം അനുസരിച്ചും നമ്മൾ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. അതിൽ ചില ജീവജാലങ്ങളെ നമ്മൾ ആരാധിക്കുന്ന സ്വഭാവവും നമുക്കുണ്ട്. ഇതിൽ പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. പക്ഷികളെ ദൈവങ്ങൾ പോലും കുടിക്കൂറയിൽ വയ്ക്കുന്ന അത് കണ്ടിട്ടില്ല, അവരുടെ പതാകയിൽ ഗരുഡൻ. അതിന് ഉദാഹരണമാണ് നമ്മുടെ മുരുകന്റെ വാഹനമായ മയിൽ. മനുഷ്യരെ പോലെ തന്നെ പക്ഷികളും മൃഗങ്ങളുടെ ഇടയിലും ഭക്തന്മാരൊക്കെ ഉണ്ട്. നമുക്കറിയാൻ പറ്റുന്നില്ല. നിങ്ങൾക്കതറിയണമെങ്കിൽ നല്ല രീതിയിൽ ഒരു ശ്ലോകം ഉച്ചരിക്കുകയാണെങ്കിൽ പശു അതിന്റെ ചെവി രണ്ടും കുറിപ്പിക്കുന്നത് കാണുവാൻ കഴിയും. നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന കാക്കയൊക്കെ ഇരുന്ന് ആവശ്യമില്ലാതെ കരയും, ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെതായ ഇതിൽ പറയുമ്പോൾ നിങ്ങളത് മനസ്സിനകത്തൊരു ശിവനാമം ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അത് സൈലന്റ് ആവുന്നത് അറിയാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ചിന്തയുടെ ഒരു പ്രസരണം അതൊരു തരംഗമായി തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ പറയുന്നതിന് മുമ്പേ, നമ്മൾ പാടുന്നതിന് മുമ്പേ. അങ്ങനെയുള്ള കഴിവുകൾ ഈ പക്ഷിക്കും മൃഗങ്ങൾക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈശ്വരന്റെ കൊടിയടയാളമായിട്ട് പോലും പക്ഷി മൃഗാദികളുടെ ചിഹ്നങ്ങൾ വച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളെപ്പോലെ തന്നെ പക്ഷികൾക്കും പക്ഷി മൃഗാദികൾക്കും അറിവും അവർക്ക് സംസാരിക്കുവാനും അല്ലെങ്കിൽ അവർക്ക് ഈശ്വര വിശ്വാസമൊക്കെ അവരുടെ മനസ്സിലുമുണ്ട്. പക്ഷെ അവരത് മനസ്സിൽ കൊണ്ടു നടക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ. ഈ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഇടയിലും ഭക്തന്മാരുണ്ട്. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ വളരെ അതിശയവും തോന്നിയേക്കാം. പക്ഷെ സത്യം അതാണ് കേട്ടോ. ഈശ്വരനിൽ ഭക്തി ഉറപ്പിച്ചു കഴിഞ്ഞിരുന്ന ഒരു കോഴിയുടെയും കുരങ്ങിന്റെയും കഥയാണ് ഗുരു എന്നിവിടെ നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ ഈ ഒരു കഥ എന്ന് പറയുന്നത് ഭഗവാൻ അങ്ങനെ ഒരു വിവേചനമൊന്നുമില്ല. എല്ലാ ചരാചരങ്ങൾക്കും ഭഗവാൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാനെ ഒന്ന് അറിയുക. കാരണം നമ്മൾ ഭഗവാനെ അറിഞ്ഞാൽ മാത്രമേ ആത്മാവ് ഉണരുകയുള്ളൂ. ആത്മാവ് ഉണർന്നാൽ മാത്രമേ
അത് ഭഗവാനിലേക്ക് ഭഗവത് സമക്ഷത്തിൽ എത്തുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും ഇങ്ങനെ ഇതുപോലുള്ള പല ജന്മങ്ങളിലും അനുഭവിച്ചും ദുരിതങ്ങളിലുമൊക്കെ സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോകുമ്പോൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് കാശിയിൽ ഭദ്രാസൻ എന്നൊരു രാജാവ് രാജ്യം ഭരിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു രാജാവ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ രാജാവുണ്ട്. ഭദ്രാസൻ എന്ന് പറയുന്ന ഒരു രാജാവ് കാശി ഭരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ പുത്രനായിരുന്നു താരകൻ. മന്ത്രിയുടെ മകന്റെ അതേ പ്രായമുള്ള ഒരു മകൻ രാജാവിനുണ്ടായിരുന്നു. പേര് സുധർമ്മൻ. താരകനും സുധർമ്മനും മുൻജന്മത്തിൽ ഒരു കോഴിയും കുരങ്ങനുമായിരുന്നു. കോഴി താരകനായും കുരങ്ങൻ സുധർമ്മനായും പുനർജന്മമെടുത്തു. അവരുടെ പൂർവ്വജന്മകഥയിലേക്ക് നമുക്ക് പോകാം. പണ്ട് നന്ദി എന്നൊരു ഗ്രാമത്തിൽ, നന്ദി ഗ്രാമം നമ്മൾ കേട്ടിട്ടുണ്ട്, നന്ദി എന്നൊരു ഗ്രാമത്തിൽ മഹാനന്ദ എന്നു പേരുള്ള ഒരു ദാസി ജീവിച്ചിരുന്നു. പേര് മഹാനന്ദ. അവൾ നല്ലവളായിരുന്നു. എങ്കിലും ഉപജീവനം നടത്തുന്നതിനു വേണ്ടി പാരമ്പര്യവൃത്തിയായ വേശ്യാവൃത്തി സ്വീകരിക്കേണ്ടി വന്നു. ക്രമേണ അവൾ തികഞ്ഞൊരു വേശ്യയായി തീർന്നു. എങ്കിലും ഉത്തമയായ ശിവഭക്ത കൂടിയായിരുന്നു. നോക്കൂ, അവൾ ജീവിക്കുന്നതിന്റെ ജീവിതോപാധിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ പാരമ്പര്യമായിട്ടുള്ള ആ ഒരു ഇതിലേക്ക് അവൾക്ക് പോകേണ്ടി വന്നു. എന്നിരുന്നാൽ കൂടി തന്റെ ഭക്തിയിൽ നിന്ന് അവൾ പുറകോട്ട് പോയില്ല. കാരണം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ മലീനസമാകുന്നത് ശരീരമാണ്. മറ്റൊരാൾക്ക് ആസ്വാദ്യമാകുന്നത് അവളുടെ ശരീരമാണ്. അല്ലെങ്കിൽ മറ്റൊരാൾ എന്തെങ്കിലും ഒരു സുഖം കണ്ടെത്തുന്നത് അവളുടെ ശരീരത്തിൽ നിന്നുമാണെങ്കിലും അവളുടെ മനസ്സ് സുഖം കണ്ടെത്തുന്നത് ഭഗവാനിലാണ്. അവളുടെ ആത്മാവ് സുഖം കണ്ടെത്തുന്നത് ഭഗവാനിലാണ്. പക്ഷെ ആ ശരീരം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് താൻ പാരമ്പര്യമായി ചെയ്തു വന്ന ജോലികൾ ചെയ്യുന്നുവെങ്കിലും അതെന്താ ജോലി? ഏറ്റവും അതാ ഇവിടെ ഭഗവാൻ ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും വളരെ നികൃഷ്ടമായി കാണുന്ന, അല്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു അങ്ങനെ ഒരു ജോലിയാണത്, അല്ലേ? നമ്മുടെ ഭാരതീയ സംസ്കാരം വെച്ച് നോക്കുമ്പോൾ അതൊരു ശരിയായ ജോലിയല്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വേശ്യാവൃത്തി സ്വീകരിക്കേണ്ടി വന്നുവെങ്കിലും ഇവിടെ പറയുന്നു ഉത്തമയായ ഒരു ശിവഭക്ത കൂടിയായിരുന്നു. ഇതുപോലൊരു കഥയുണ്ട് ബൈബിളില്. ഒരു വേശ്യയെ എല്ലാവരും കൂടി കല്ലെറിയുമ്പോൾ ആ വേശ്യാവൃത്തി പിടിക്കപ്പെടുന്നു. കല്ലെറിയുമ്പോൾ യേശുക്രിസ്തുവിന്റെ അടുത്ത് വരികയും നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു. നിങ്ങൾ പാപം ചെയ്യാത്തവർ കല്ലെറിയുന്നു എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ആ പറഞ്ഞ പാപം ചെയ്തവരായതിനാൽ കല്ലെറിയാതെ തിരിച്ചു പോവുകയും ഒപ്പം ഞാനും നിന്നെ വിധിക്കുന്നില്ല, അല്ലെങ്കിൽ കല്ലെറിയുന്നില്ല, അത് ചെയ്യണ്ട, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് വിട്ടു. അപ്പോൾ അവരിലും ഉണ്ടായിരുന്ന ഒരു ഭക്തി. അതുപോലെയാണ് ഇവിടെ ഇത് പറയുന്നത്. അപ്പോൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവൾ ചിന്തിച്ചിരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, എന്റെ ശരീരം എന്റെ ജീവിതോപാധിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പോകുമ്പോഴും എന്റെ മനസ്സ്, എന്റെ ആത്മാവ് ആനന്ദം കണ്ടെത്തുന്നത് എന്റെ ഭഗവാനിലാണ്. അതുകൊണ്ടാണ് അവിടെ ഉത്തമ ശിവഭക്തി കൂടിയാണെന്ന് പറയുന്നത്. എന്താ അവർ ചെയ്തിരുന്ന നോക്കൂ. നിത്യവും രാവിലെ എഴുന്നേറ്റ് കുളിക്കും. എല്ലാ ദിവസവും എന്ത് പ്രതിബന്ധമുണ്ടെങ്കിലും രാവിലെ എഴുന്നേറ്റ് കുളിക്കും. ശുഭ്രവസ്ത്രം ധരിച്ച് ശിവപൂജ നടത്തിയ ശേഷമേ അവൾ ജലപാനം പോലും നടത്തിയിരുന്നുള്ളൂ. നമ്മളിൽ എത്ര പേർ ഇതൊക്കെ ചെയ്യുന്നുണ്ട്? അതായത് രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നു, നല്ല വെളുത്ത വസ്ത്രം ധരിക്കും. ധരിച്ചിട്ട് അത് വെളുത്ത വസ്ത്രം നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, അത് മറ്റു പലരും ഇപ്പോൾ ധരിക്കുന്നുണ്ടെങ്കിലും ആ വെളുത്ത വസ്ത്രം ധരിക്കണം. വെളുത്ത വസ്ത്രം ധരിച്ച് ശുഭമായ ഒരു ഇതാണ്, ആ വസ്ത്രം ധരിക്കണമെന്നാണ്. അങ്ങനെ ശുഭ്രവസ്ത്രം ധരിച്ച് എന്ത് ചെയ്യും? ശിവപൂജ നടത്തും, ഭഗവാനെ പൂജിക്കും, ഭഗവാനെ ആരാധിക്കും. അതിനുശേഷമാണ് അവൾ ഒരു തുള്ളി ജലം കഴിച്ചിരുന്നത്. മനുഷ്യരോടും പക്ഷിമൃഗാദികളോടും അവൾ വളരെ ദയാപൂർവം പെരുമാറിയിരുന്നു. കാരണം എല്ലാത്തിനോടും ദയ, സകലതിനോടും ദയ. അങ്ങനെ മഹാനന്ദ ഒരു കോഴിയെയും കുരങ്ങനെയും വീട്ടിൽ വളർത്തിയിരുന്നു. അതിനെ ശുശ്രൂഷിക്കുന്നതിലും അവൾ അതീവ ശ്രദ്ധാലുവായിരുന്നു. നമ്മൾ വീട്ടിൽ പട്ടിയെ വളർത്തുന്നു, പൂച്ചയെ വളർത്തുന്നു, പക്ഷികളെ വളർത്തുന്നു, ഇല്ലേ? അതെന്തിനാ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ലേ. എന്റെ വീട്ടിൽ ഇന്ന ഇത്ര പക്ഷിയുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഇതുണ്ട്, ഇന്ന പോലത്തെ നായയുണ്ട്,
പക്ഷെ അതിനുമപ്പുറം ഒരു സ്നേഹം എന്നുള്ള അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ എന്നുള്ള ഒന്ന് ഈ മൃഗങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ചെയ്യേണ്ടതുണ്ട്. നോക്കൂ, ഇവർ ഇത്രയൊക്കെ ഒരു പാപകരമായ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പാപകരമായ ഒരു ജീവിതപാതയിൽ കൂടി സഞ്ചരിക്കുമ്പോഴും ഇവർ ചെയ്തിരുന്നത് എന്താണ്? ഞാൻ പാപിയാണ്, ഞാൻ അപരാധിയാണ്, ഞാൻ അപരാധം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കരുതിയിട്ട് എന്നെ രക്ഷിക്കാൻ ഒരു ഈശ്വരനും വരില്ല എന്ന് കരുതിയിട്ട് അവർ ദൈവത്തെ അല്ലെങ്കിൽ ഈശ്വരനെ അല്ലെങ്കിൽ ഭഗവാനെ വിളിക്കാതിരുന്നിട്ടില്ല. ഇതാണ് നമ്മുടെ പലരും ഭയത്തോടു കൂടി നിൽക്കുന്ന, ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്ക് ഭഗവാനെ വിളിക്കാൻ അർഹതയില്ല, എന്നെ ഒരു ഭഗവാനും രക്ഷിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലവിളി. അതല്ല, അവരുടെ സാഹചര്യങ്ങളിൽ കൂടി അവർക്ക് സഞ്ചരിച്ചേ മതിയാകൂ എന്നിരുന്നാൽ കൂടി അവർ ഭഗവാനിൽ അഭയം പ്രാപിച്ചിരുന്നു. അവരാദ്യം നിത്യവും എഴുന്നേറ്റ് അവർ കുളിച്ച് ഭഗവാനെ പൂജിച്ചതിനു ശേഷം ശിവപൂജ നടത്തിയിരുന്നു. അതുപോലെ ഗുരു നേരത്തെ പറഞ്ഞില്ലേ, സർവചരാചരങ്ങളെയും, എല്ലാ പ്രഭാഷണത്തിലും അത് പറയാറുണ്ടല്ലോ, എല്ലാത്തിനോടും അവർ സ്നേഹമായിരുന്നു. വീട്ടിൽ വളർത്തിയിരുന്ന കുരങ്ങിനെയും കോഴിയെയും ശ്രദ്ധിക്കുന്നതിലും അവർ തന്റെ ജീവൻ പോലെ തന്നെയാണ് അതുമെന്ന് കണക്കാക്കിയിരുന്നു. തീർന്നില്ല, ദിവസവും അവയെ കുളിപ്പിക്കും. ആരെങ്കിലും നമ്മൾ കോഴിയെ കുളിപ്പിക്കോ, കുരങ്ങനെ കുളിപ്പിക്കോ? കുരങ്ങനെ വളർത്താൻ പാടില്ല, ഇപ്പോ നിയമം അനുശാസിക്കുന്നില്ല. പക്ഷെ പണ്ട് അങ്ങനെ ഉള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ കഥയിൽ പറയുന്നത് ഭഗവാൻ നമുക്ക് തരുന്ന ഒരു അനുഗ്രഹത്തെ കുറിച്ച് മാത്രമാണ്. എങ്ങനെയൊക്കെയാണെങ്കിലും ഭഗവാനിലേക്ക് എത്തിപ്പെട്ടാൽ ഭഗവാൻ നമുക്ക് തരുന്നൊരു വലിയ അനുഗ്രഹത്തെ കുറിച്ചാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. നോക്കൂ, നിങ്ങൾ എന്തൊക്കെ പാപപങ്കിലമായ കാര്യങ്ങൾ ചെയ്താലും നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്ക്. അതിൽ നിന്ന് ഭഗവാൻ നിങ്ങളെ വലിച്ചു മാറ്റിക്കൊണ്ടുവരും. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അങ്ങനെ ദിവസവും അവയെ കുളിപ്പിച്ച് കഴുത്തിൽ രുദ്രാക്ഷമാല അണിയിക്കും. നോക്കൂ, ഇവിടെ രുദ്രാക്ഷം എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയമാണ്. എന്റെ പൊന്നു മക്കളെ, ഈ കാര്യങ്ങളെ എല്ലാം ഭയപ്പെടുത്തി വച്ചിരിക്കുകയാണ് ഇവിടുത്തെ മന്ത്രവാദികളായ ജ്യോത്സ്യന്മാരും. നല്ലവരെ കുറിച്ചല്ല ഗുരു പറയുന്നത്. എങ്ങനെയൊക്കെ നിങ്ങളെ പറ്റിക്കാമോ, എങ്ങനെയൊക്കെ നിങ്ങളെ ഈ ഹൈന്ദവ വിശ്വാസം വെച്ച് വഞ്ചിക്കാമോ, ഇതെല്ലാത്തിനെയുമായിട്ട് നിൽക്കുന്ന കുറെ കൂട്ടങ്ങളുണ്ട് ഇതിനകത്ത്. അവരാണ് ഇതിനെയൊക്കെ ഭയപ്പാടോടുകൂടി വെച്ചിരിക്കുന്നത്. ഗുരു ഭസ്മം ധരിക്കാമോ? ഓരോരുത്തർ ചോദിക്കുന്നതാണ്. എന്താ ധരിച്ചാൽ? ഗുരു ശിവലിംഗം വെച്ച് ആരാധിക്കാമോ? എന്താ ആരാധിച്ചാൽ? അതല്ലേ ഗുരു ആദ്യകാലം മുതൽ ഇവിടെ പറയുന്നത്, അതല്ലേ മഹാശിവപുരാണത്തിൽ പറയുന്നത്. അവർക്കൊക്കെ ആരാധിക്കാമെങ്കിൽ എന്റെ പൊന്നുമക്കളെ നിങ്ങൾക്ക് ആരാധിച്ചാൽ എന്താ? ഇവിടുത്തെ രുദ്രാക്ഷം ദാ വരുന്നു. അടുത്ത രുദ്രാക്ഷം കോഴിക്കും കുരങ്ങനും എടുത്ത് അണിഞ്ഞിരിക്കുന്നു രുദ്രാക്ഷം. ഗുരു, എന്റെ മുറിയില് എന്റെ മേശപ്പുറത്തൊരു രുദ്രാക്ഷം ഇരിക്കുന്നു, ഞാൻ അവിടെ കിടക്കുന്നു കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ ഗുരു എന്ന് ഒരു സഹോദരൻ ചോദിക്കുന്നു. എന്റെ പൊന്നുമകനെ, ഒരു കുഴപ്പവുമില്ല, രുദ്രാക്ഷം അവിടെ ഇരിക്കും, മകൻ അവിടെ കിടന്നുറങ്ങിക്കോളൂ. മകനത് ജപിക്കുമ്പോൾ മകനത് 108 ഒരു ജപിക്കുന്ന സമയത്ത് മകന് ഒരു ഏകാഗ്രത ആ രുദ്രാക്ഷം തരും. ജപിച്ച ശേഷം അത് കഴുത്തിൽ അണിയുമ്പോൾ മകനിലുള്ള നെഗറ്റീവ്സ് എല്ലാം അതിൽ നിന്ന് മാറിപ്പോകുന്ന രീതിയിലേക്ക് മകന്റെ മനസ്സ് പ്രാപ്തമാക്കിയെടുക്കും. രുദ്രാക്ഷം എന്ന് പറയുന്നത് ഈ ലോകത്തെ സസ്യങ്ങളിൽപ്പെട്ട ഒരു സസ്യത്തിൽ നിന്നുമുണ്ടായ അതിന്റെ കായാണ്. അത് മകനിൽ ഒരു ദോഷവും വരുത്തുകയില്ല. അത് അരളിക്കായല്ല, വിഷമല്ല, രുദ്രാക്ഷമാണ്. അവിടെ ഇരുന്നോട്ടെ. ഗുരുവെ, ഇതാണ് രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് പുറത്തു പോകാമോ? പുറത്തു പോകുമ്പോൾ ബസ്സിൽ കയറുമ്പോൾ പല രീതിയിലുള്ള ആൾക്കാർ വരികയില്ലേ? എന്തൊക്കെയാ സംശയങ്ങൾ? ഒന്നുമില്ല, ധരിക്കൂ. ദേ ഇവിടെ ധരിപ്പിച്ചു കൊടുത്തു. ആർക്കാ? കോഴിക്ക് ധരിപ്പിച്ചു കൊടുത്തു, ഒരു കുരങ്ങനെയും ധരിപ്പിച്ചു കൊടുത്തു. കുരങ്ങന്റെ കയ്യിൽ പൂമാല എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അത് കിട്ടിക്കഴിഞ്ഞാൽ നശിപ്പിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ ദിവസവും അവയെ കുളിപ്പിച്ച് കഴുത്തിൽ ഈ രുദ്രാക്ഷമാല അണിയിക്കും. പിന്നെ എന്ത് ചെയ്യും? ഭക്തി പുരസ്സര മഹാനന്ദ ശിവനെ കുറിച്ചുള്ള സ്തോത്രങ്ങൾ ആലപിക്കും. ഗുരു നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ജപിക്കുന്ന കാര്യങ്ങൾ അത് ഭഗവാനെ കുറിച്ചാണെങ്കിൽ അത് ഏതൊരു പക്ഷിക്കും ഏതൊരു മൃഗത്തിനും മനസ്സിലാക്കുവാൻ കഴിയും. ഭഗവൻ നാമത്തിന് അത്തരം ഒരു ശക്തിയുണ്ട്, ഒരു ഊർജമുണ്ട്, ഒരു തരംഗമുണ്ട്. അങ്ങനെ ആ രീതിയിൽ കുരങ്ങനും കോഴിയും അങ്ങനെ എന്ത് ചെയ്യും? ഈ സ്തോത്രങ്ങൾ കേട്ടിട്ട് ഭക്തി സാഗരത്തിൽ ആറാടിക്കൊണ്ട് നൃത്തം വയ്ക്കും. ഈ കുരങ്ങനും കോഴിയും കൂടെ അവിടെ നൃത്തം ചെയ്യുന്നു. ഈ ഗാനം കൈകൊട്ടി ഈ കൈകൊട്ടിക്കൊണ്ട് മഹാനന്ദ എന്ന് പറയുന്ന ഈ സ്ത്രീ
ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പാടുമ്പോൾ ഈ കുരങ്ങനും കോഴിയും നൃത്തം ചെയ്യുമെന്നാണ് അവിടെ പറയുന്നത്. നോക്കൂ, എത്രത്തോളം ആത്മാവിൽ ഉണർന്നുകൊണ്ടാണ്, ഉയർച്ചയിലേക്ക് എത്തിക്കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലൊരു ആനന്ദം ഉണ്ടാകുന്നത് കൊണ്ടാണ് അവിടെ ആ ഒരു മൃഗങ്ങൾ, ആ ഒരു പക്ഷിയും ആ ഒരു കുരങ്ങനും അത് കേട്ടിട്ട് നൃത്തം ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഊർജത്തിന്റെ പ്രസരിപ്പ്. ഓം നമ ശിവായ ഹര ഹര ശിവ ശങ്കര മഹദേവ, ഓം നമ ശിവായ ഹര ഹര ശിവ ശങ്കര മഹദേവ, നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ മഹദേവ, നമ ശിവായ നമ ശിവായ നമ ശിവായ മഹദേവ, ശിവശങ്കര മഹദേവ ശിവശങ്കര മഹദേവ, ശങ്കര മഹദേവ ശിവശങ്കര മഹദേവ. ഇങ്ങനെയൊക്കെ പാടി 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 അങ്ങനെ ഈ മഹാനന്ദയുടെ പാട്ട് കേട്ടിട്ട് കോഴിയും കുരങ്ങനും അങ്ങനെ നൃത്തം വയ്ക്കാറുണ്ട്, ഭക്തിയിൽ നൃത്തം വയ്ക്കാറുണ്ട്. നിങ്ങൾ ഇങ്ങനെ പാടണം, ഇങ്ങനെ ഭഗവാന്റെ സ്തോത്രങ്ങൾ ആലപിക്കണം. നിങ്ങൾ നല്ലവണ്ണം അങ്ങനെ ആലപിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവും ഉണർന്നു നൃത്തം വയ്ക്കും. ആ കാഴ്ച കണ്ടുകൊണ്ട് എന്ത് ചെയ്യും? മഹാനന്ദ സന്തോഷിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ ഈ ഭക്തി. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമാകുന്നു. അവിടെ എന്താ, അവളുടെ വേശ്യാവൃത്തിപരമായ ആ ഒരു തൊഴിൽ എന്നാണ് ഇവിടെ പറയുന്നത്. അവൾ അതിലേക്ക് പ്രവേശിക്കുന്നു. വീണ്ടും രാവിലെ എഴുന്നേക്കുന്നു. ഇത് തന്നെയാണ്, ശിവപൂജ നടത്തുന്നു, ശുഭ്രവസ്ത്രം ധരിക്കുന്നു, ശിവപൂജ നടത്തുന്നു, കോഴിക്കും കുരങ്ങനും രുദ്രാക്ഷമാല അണിയിക്കുന്നു, കൈകൊട്ടുന്നു, പാടുന്നു. ഇതിങ്ങനെ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്ത് ചെയ്തു? ഒരു വൈശ്യൻ, അതായത് ഒരു നിർമ്മാണ മേഖല, അത് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഈ വൈശ്യൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഒരു വൈശ്യൻ അവിടെ എത്തി. ഈ നമ്മുടെ മഹാനന്ദയുടെ ഗ്രഹത്തിൽ വന്നു. അപ്പോൾ വൈശ്യന്റെ കയ്യിൽ ഒരു രത്ന ശിവലിംഗം ഉണ്ടായിരുന്നു. രത്നത്തിൽ തീർത്ത ഒരു ശിവലിംഗവും ഉണ്ടായിരുന്നു. അത് കണ്ട് ശിവഭക്തയായ മഹാനന്ദയ്ക്ക് ആ ശിവലിംഗം കിട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹം ഉണ്ടായി. അപ്പോൾ മഹാനന്ദ ആ ശിവലിംഗം വൈശ്യനോട് ആവശ്യപ്പെട്ടു. നീ എന്തായാലും എന്റെ ഭവനത്തിൽ വന്നില്ലേ, ആ ശിവലിംഗം എനിക്ക് തന്നുകൂടെ? അപ്പൊ വൈശ്യൻ പറഞ്ഞു, എന്നെ ഇവിടെ 3 ദിവസം താമസിപ്പിക്കാമെങ്കിൽ ഞാൻ ഈ രത്ന ശിവലിംഗം നിനക്ക് നൽകാം. മഹാനന്ദ സമ്മതിച്ചു. ഈ 3 ദിവസക്കാലം മറ്റാരും തന്നെ ഇങ്ങോട്ട് വരാൻ പാടില്ല. ഈ 3 ദിവസവും നീ എന്റെ ഭാര്യയായിരിക്കണം. ഇതാണ് ഈ വൈശ്യൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ മഹാനന്ദ സമ്മതിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ശിവലിംഗത്തെ അയാൾ ഒരു പ്രത്യേക സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് മഹാനന്ദയുടെ മുറിയിലേക്ക് പോയി. അപ്പോൾ അവിടെ സമയം രാത്രിയോട് ആകുമ്പോൾ എന്ത് ചെയ്തു? അവളുടെ ഈ പണ്ട് ഉള്ള ഭവനങ്ങളിൽ കൂത്തമ്പലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ ശിവലിംഗം വച്ചിരുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? ഈ കൂത്തമ്പലത്തിലേക്ക് വൈശ്യൻ തന്റെ ശിവലിംഗത്തെ വച്ചിട്ട് അവിടെ നിന്ന് അവളുടെ മുറിയിലേക്ക് പോവുകയും അവിടെ ഇരുന്നക്കുന്ന സമയത്ത് കൂത്തമ്പലത്തിൽ ഒരു തീപിടുത്തമുണ്ടായി. ആ സമയത്ത് കൂത്തമ്പലത്തിൽ തീപിടുത്തമുണ്ടാകുകയും രത്ന ശിവലിംഗം സൂക്ഷിച്ചു വെച്ചിരുന്ന ആ പ്രത്യേക സ്ഥലം മൊത്തം തീ പടർന്നു പിടിച്ച് തീയുടെ ചൂടേറ്റ് രത്ന ശിവലിംഗം പൊട്ടിത്തെറിച്ചു. തന്റെ അമൂല്യ രത്നം നഷ്ടപ്പെട്ട ദുഃഖത്താൽ ആ വൈശ്യൻ എന്ത് ചെയ്തു? തീയിൽ ചാടി ജീവനൊടുക്കി. ഇതൊക്കെ ഒരു സമയം കൊണ്ട് സംഭവിച്ചതാണ്. വൈശ്യൻ വന്നു, നീ 3 ദിവസം എന്റെ ഭാര്യയായിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ശിവലിംഗം അവിടെ കൂത്തമ്പലത്തിൽ കൊണ്ടുവയ്ക്കുന്നു. അവളോടൊപ്പം മുറിയിലേക്ക് പോകുന്നു. ആ സമയം കൂത്തമ്പലത്തിൽ തീപിടിക്കുന്നു, ശിവലിംഗം പൊട്ടിത്തെറിക്കുന്നു. അതിന്റെ ദുഃഖത്താൽ ആ വൈശ്യൻ തീയിൽ ചാടി ജീവനൊടുക്കി. പക്ഷെ അവിടെ വേറൊരു പ്രശ്നമുണ്ടായി. പണ്ടത്തെ കാലത്ത് സതി എന്ന് പറയുന്ന ഒരു ആചാരമുണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചാൽ ഭാര്യയും കൂടെ ജീവനൊടുക്കണമെന്ന്. അപ്പോൾ മഹാനന്ദ വൈശ്യനുമായി 3 ദിവസത്തെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു കരാറുണ്ട്. 3 ദിവസമാണെങ്കിലും 1 ദിവസമാണെങ്കിലും ഭാര്യയായിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെയാണ്, ഭാര്യ തന്നെയാണ്. അപ്പോൾ അവിടെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ഇല്ലേ? 3 ദിവസം ഭർത്താവായി നിൽക്കേണ്ടി വന്നയാള് ഏകദേശം അല്പസമയം കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അപ്പോൾ അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അന്നത്തെ രാജനീതി അനുസരിച്ച് നോക്കുക, ദൈവനീതി എന്നല്ല പറയുന്നത്, ദൈവത്തിന്റെ നീതി അല്ലത്, രാജനീതിയാണ്. രാജാക്കന്മാരുണ്ടാക്കി വെച്ചൊരു നീതിയാണ്, അനുസരിച്ചേ പറ്റൂ. ഇന്നത്തെ രാജാക്കന്മാർ പല നീതികളും ഉണ്ടാക്കുന്നില്ലേ, നമ്മൾ പ്രജകൾ അനുസരിക്കുന്നില്ലേ? അതുപോലെ അന്നും അത് ദൈവത്തിന്റെ നീതിയാണോ? അല്ല. അപ്പോൾ അതുപോലെ ഇന്നും ചില രാജനീതികൾ ഉണ്ടായിരുന്നു. ആ രാജനീതി അനുസരിച്ച് എന്ത് ചെയ്യണം? വൈശ്യന്റെ മരണം മൂലം മഹാനന്ദയ്ക്ക് സതി അനുഷ്ഠിക്കേണ്ടി വന്നു.
അവൾ അഗ്നിപ്രവേശത്തിനൊരുമ്പെട്ടു. ആ ക്ഷണം അവളുടെ മുന്നിൽ അതിതേജസ്വിയായ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അത് സാക്ഷാൽ മഹാദേവനായിരുന്നു. മഹാദേവൻ ശിവഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഭക്തവത്സലേ, നിനക്കെന്നിലുള്ള ഭക്തി എത്രമാത്രമുണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വൈശ്യന്റെ രൂപത്തിൽ വന്നത്. നിന്റെ ഭക്തിയിൽ ഞാൻ അതീവ സന്തുഷ്ടനായിരിക്കുന്നു. മാത്രമല്ല, നീ ഇത്രയും കാലം ചെയ്ത ശിവാരാധനയിലും നിന്നോടൊപ്പം വസിച്ചിരുന്ന ആ കോഴിക്കും നിന്നോടൊപ്പം വസിച്ചിരുന്ന കുരങ്ങനു പോലും നീ കീർത്തനങ്ങളിൽ കൂടി നീ എന്റെ ഭക്തി എന്റെ നാമത്തെ അറിയിക്കുവാൻ ശ്രമിച്ചു. നിന്റെ എല്ലാ ദിവസവും മുടങ്ങാതെയുള്ള ആ ആരാധന എന്നെ കൈലാസത്തിൽ നിന്ന് ഇവിടെ എത്തിച്ചു. നിന്റെ അമ്മ പാർവതി ദേവിയുടെ നിർദ്ദേശപ്രകാരവും കൂടിയാണ് ഞാനിവിടെ ഈ വേഷത്തിൽ, ആ വൈശ്യന്റെ വേഷത്തിൽ വേഷപ്രച്ഛന്നനായി വന്നത്. കാരണം നീ ചെയ്ത പാപം വളരെ വലുതാണ്. എന്നാൽ നീ ചെയ്ത പ്രാർത്ഥനയും ജപവും ആരാധനയും അതിലേറെ പുണ്യവുമാണ്. എന്നാൽ നിന്റെ പാപം നശിക്കണമെങ്കിൽ നീ എന്നെ സ്പർശിക്കണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്പർശിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വൈശ്യന്റെ രൂപത്തിൽ വന്നത്. നിന്റെ പാപത്തെ മുഴുവൻ ഞാൻ കൊണ്ടുവന്ന രത്നശിവലിംഗത്തിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. നിന്റെ പാപത്തെ മുഴുവൻ തന്നെ എന്റെ സ്പർശനത്താൽ ഇല്ലാതാക്കപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി നിനക്ക് ആവശ്യമുള്ള വരം ചോദിച്ചു കൊള്ളുക. അതുകൊണ്ട് നീ ആത്മഹത്യ ചെയ്യേണ്ടതില്ല. നിനക്ക് വേണ്ട വരം ചോദിക്കുക. അങ്ങനെ ഭഗവാൻ നേരിട്ട് തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതിൽ മഹാനന്ദയ്ക്കുണ്ടായ ആഹ്ലാദം പറഞ്ഞറിയിക്കാനുണ്ടായിരുന്നു. അവളുടെ കണ്ണിൽ നിന്നും സന്തോഷ അശ്രുക്കൾ ഉണ്ടായി. അവൾ അതീവ ഭക്തിയോടെ ഭഗവാനെ തൊഴുത് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു: പ്രഭു ജഗദീശ്വര, ഭക്തവത്സല, കാരുണ്യ സിന്ധു, അവിടുന്ന് എത്ര ദയാലുവാണ്. ആരും വെറുക്കുന്ന നീചവൃത്തി ചെയ്യുന്ന ഒരു കുലടയാണ് ഞാൻ. ഇവളെ അങ്ങ് അനുഗ്രഹിച്ചത് തന്നെ ഈ ഉള്ളവളുടെ ഭാഗ്യം. നോക്കൂ, എല്ലാരും വെറുക്കുന്ന നീചവൃത്തി ചെയ്യുന്ന, അന്നത് നീചവൃത്തിയാണ്, അത് വെറുക്കപ്പെട്ടൊരു ഇതാണ്. എന്നിട്ടും അങ്ങനെ അനുഗ്രഹിച്ചല്ലോ ഭഗവാനെ. ഈ ദാസിക്ക് ഒരു ആഗ്രഹമേ ഉള്ളൂ. അവിടെ നീ ദാസിയെ പരീക്ഷിക്കാൻ ഏത് വേഷം എടുത്തു വന്നുവോ അതേ വേഷത്തിൽ അങ്ങയോടൊത്ത് ജീവിക്കാനുള്ള വരമടിയാണ് നൽകണം. എന്നാൽ ഞാൻ കൃതാർത്ഥയായി. എന്നാൽ അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ അനുഗ്രഹിച്ച ശേഷം കൈലാസനാഥൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു. മഹാനന്ദ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ആ വൈശ്യന്റെ ചിതയിൽ ചാടി ദേഹം ത്യജിക്കുകയും അവളുടെ ആത്മാവ് കൈലാസത്തിലെത്തി ശിവനോടൊപ്പം വാഴുകയും ചെയ്തു. ഈ രണ്ട് കഥാപാത്രങ്ങൾ ഇവിടെ ഉണ്ട്. ഏതാ? ആ കുരങ്ങനും കോഴിയും. അങ്ങനെ മഹാനന്ദ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത് കണ്ട കോഴിയും കുരങ്ങനും ദുഃഖിച്ചു. അതറിഞ്ഞ ഭഗവാൻ ശിവൻ അവരെയും പ്രകാരം പറഞ്ഞു: മഹാനന്ദയോടൊപ്പം എന്റെ ഭക്തിയിൽ ലയിക്കുകയും രുദ്രാക്ഷാദികൾ അണിയുകയും ചെയ്ത നിങ്ങളും താമസിയാതെ മോക്ഷം പ്രാപിക്കുന്നതാണ്. നോക്കൂ, കോഴിയും കുരങ്ങനും വരെ രുദ്രാക്ഷം അണിഞ്ഞതിന്റെ പേരിൽ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിയെങ്കിൽ മനുഷ്യരായ നമ്മളൊക്കെ എത്രമാത്രം ഭഗവാന്റെ അടുത്തെത്തും മക്കളെ. നിങ്ങൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കഥ ഗുരു ഇവിടെ പറഞ്ഞത്. അങ്ങനെ എന്ത് ചെയ്തു? ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. മഹാനന്ദയോടൊപ്പം എന്റെ ഭക്തിയിൽ ലയിക്കുകയും രുദ്രാക്ഷാദികൾ അണിയുകയും ചെയ്ത നിങ്ങളും താമസിയാതെ മോക്ഷം പ്രാപിക്കുന്നതാണ്. ഭഗവാന്റെ അരുളപ്പാട് കേട്ട് ആ കോഴിയും കുരങ്ങനും മഹാനന്ദയോടൊപ്പം എന്ത് ചെയ്തു? ആ തീയിലേക്ക് ചാടി. ഭഗവാൻ മഹേശ്വരന്റെ അനുഗ്രഹത്താൽ കോഴി മന്ത്രിപുത്രനായ താരകനായും കുരങ്ങൻ രാജപുത്രനായ സുധർമ്മനായും ജനിച്ചു. ഇതാണ് താരകന്റെയും സുധർമ്മന്റെയും പൂർവ്വകഥ എന്ന രീതിയിൽ ഇവിടെ പറയുന്നത്. ഈ പൂർവ്വകഥ കേട്ടതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താണ്? നോക്കൂ, ഇവിടെ പലർക്കും കുരങ്ങന്റെ ബുദ്ധിയാണ്. എന്നാൽ മറ്റു ചിലർ കോഴികളെ പോലെയാണ്, ഇല്ലേ? കുറെ പേർ മഹാനന്ദയെ പോലെയാണ് എന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെയെന്നല്ല പറഞ്ഞത് ഗുരു. നിങ്ങളുടെ മനസ്സെങ്ങനെയാണ്? കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും മനസ്സുകൊണ്ടും ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ. ശരീരം കൊണ്ടല്ലെങ്കിലും മറ്റുള്ളവരെ ദുഷിക്കുന്നതാണെങ്കിലും അതൊരു വ്യഭിചാരമാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വ്യഭിചരിപ്പിക്കുന്നു. മറ്റുള്ളവരെ നിങ്ങൾ കുറ്റം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാക്കിനെ വ്യഭിചരിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ കുറ്റം കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാതിനെ വ്യഭിചരിപ്പിക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളേക്ക് കാണുമ്പോൾ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ വ്യഭിചാരിയാക്കുന്നു, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ മഹാനന്ദ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കഥാപാത്രമാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു കഥ ഇവിടെ പറയുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് മക്കളെ. ജീവിത സാഹചര്യങ്ങളിൽപ്പെട്ട് നമ്മൾ തെറ്റുകൾ ചെയ്യാത്തവരായി ആരുമില്ല. എന്നാൽ മനുഷ്യന്റെ ബുദ്ധിയില്ലാതെ ഒരു കുരങ്ങിന്റെ ബുദ്ധി പോലെ ജീവിക്കുന്നവരുണ്ടാകാം, ഇല്ലേ? ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ മനുഷ്യരായി തന്നെ ഈ ലോകത്തുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഭഗവാനെ വിളിക്കുക, പ്രാർത്ഥിക്കുക, കീർത്തനങ്ങൾ പാടുക, ആനന്ദ നൃത്തം ചെയ്യുക, രുദ്രാക്ഷമണിയുക, ഭസ്മം ചാർത്തുക. നിങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുക. മറ്റൊന്നും നിങ്ങൾ നോക്കേണ്ട. അപ്പോൾ ഭഗവാൻ വന്നിട്ട്
നിങ്ങളെ ശുദ്ധീകരിക്കും. നിങ്ങളെ ശുദ്ധീകരിക്കുമെന്ന് പറയുമ്പോൾ ഇതുപോലെ എടുത്ത് തീയിലേക്ക് ചാടിക്കുമെന്നോ തീയിലേക്ക് ഇടുമോ എന്നുള്ളതല്ല. നിങ്ങളുടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. പഞ്ചാഗ്നിയിൽ ശുദ്ധീകരിക്കുന്ന പോലെ നിങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് ഭഗവാന്റെ ഊർജത്തെ പ്രവഹിപ്പിച്ചുകൊണ്ടും നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റിയെടുത്തുകൊണ്ടും തന്നെ നിങ്ങളിലേക്ക് ഭഗവാൻ ഇറങ്ങി വന്നുകൊണ്ട് നിങ്ങളെ നിങ്ങളാക്കി തീർക്കുന്ന ഒരു അസുലഭ മുഹൂർത്തം ഭഗവാൻ ഉണ്ടാക്കി തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുമ്പോൾ അതിനകത്ത് പാപമുണ്ടെങ്കിൽ മനസ്സിൽ കുറ്റബോധം ഉണ്ടാകണം. ഭഗവാനെ, ഈ കർമ്മം ചെയ്യുമ്പോൾ അതിനകത്തൊരു പാപമുണ്ടല്ലോ, പക്ഷേ എനിക്കതുവഴി കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമില്ലല്ലോ ഭഗവാനെ എന്ന് പറയുമ്പോൾ ഭഗവാൻ അതിൽ നിന്നൊക്കെ നിന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യും? നന്മകളിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് ഇവിടെ രാജനീതിയെ കുറിച്ച് ആ കഥയിൽ പറയുന്നത്. രാജനീതികൾ അനുസരിച്ചേ മതിയാകൂ. അതുപോലെ നമ്മുടെ ഇപ്പോൾ ഈ രാജ്യത്ത് ഭരിക്കുന്നവർ ഉണ്ടാക്കുന്ന നിയമങ്ങളും അവരുടേതായ നിയമവ്യവസ്ഥിതികളും നമ്മൾ അനുസരിച്ചേ മതിയാകൂ. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം പറയുന്നു ബൈബിളിൽ. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും. നീ ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്ക്, സീസറിനുള്ള സീസറിന് കൊടുക്കെന്ന് പറയുന്നത് അന്ന് കപ്പം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് നീ അധ്വാനിച്ചേ മതിയാകൂ. നീ പണിയെടുത്താലേ സീസറിനുള്ളത് കൊടുക്കാൻ പറ്റൂ. പക്ഷെ ദൈവത്തിനുള്ളത് നിന്റെ മനസ്സാണത്, നീ അങ്ങ് കൊടുത്തേക്ക്. അത് നീ അങ്ങ് കൊടുത്തേക്ക് എന്നതുപോലെ തന്നെ ഗുരുവും ഇവിടെ പറയുകയാണ്, നീ മഹാദേവനുള്ളതങ്ങ് കൊടുക്ക്. അത് നിന്റെ മനസ്സും ആത്മാവും പ്രാർത്ഥനയുമാണ്. മറ്റുള്ളതൊക്കെ നീ ഇവിടെയുള്ള രാജാക്കന്മാർക്ക് കൊടുക്കുന്നതാണ്, അവരുടെ നിയമമാണ്. അതനുസരിച്ച് നീ ഏത് മേഖലയിലോട്ട് പോയാലും അതിനകത്ത് നിന്റെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ അത് ചഞ്ചലപ്പെടാതെ ആകുലപ്പെടാതെ നിന്റെ മനസ്സും നിന്റെ ആത്മാവും മഹാദേവനിൽ സമർപ്പിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകണം. അവിടെ നിനക്കൊരു ശുദ്ധീകരണം ഉണ്ടാകും. അല്ലാതെ ഇത് തന്നെയാണ് നല്ലത്, ഞാൻ ഈ ചെയ്യുന്ന കുറ്റങ്ങളും കൃത്യങ്ങളും അതിക്രമങ്ങളും അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന അഴിമതിയുമൊക്കെയാണ് ജീവിതമെന്ന് കണ്ടുകൊണ്ട് അത് തന്നെയാണ് സുഖമെന്ന് കരുതി മുന്നോട്ട് പോകുന്നവരുടെയൊക്കെ ജീവിതം അവസാനം പാതാള കുഴികളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് അവർ അതറിയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ചെയ്യാതിരിക്കാവുന്ന തെറ്റുകൾ ചെയ്യാതിരിക്കുക, ഒഴിഞ്ഞു മാറുക. എന്നാൽ സാഹചര്യങ്ങൾ അതിൽ കൂടി, ജീവിത സാഹചര്യങ്ങൾ അതിൽ കൂടിയാണ് കടന്നു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ആ നേരത്തെ പറഞ്ഞ ആ ഒരു മഹാനന്ദ ജീവിച്ചതുപോലെ ജീവിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും മംഗളങ്ങൾ ഉണ്ടാകട്ടെ. നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഭഗവാൻ ചെയ്തു തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സാഹചര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കേണ്ട, ചെയ്ത കർമ്മങ്ങളെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട. നിങ്ങൾ ഭഗവാനെ വിളിക്കുക. ഭഗവാനിൽ എല്ലാ ദിവസവും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. എല്ലാ കാര്യങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സകല മേഖലകളിലും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. ഓം ഹരഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര, നമോ നമഃ.